ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല പട്ടികജാതി വിഭാഗമായ മാല സമുദായമെന്ന് തെളിയിക്കുന്ന രേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. 2015 ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ രേഖയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. ഇതോടെ രോഹിത് ദളിതനല്ലെന്ന റിപ്പോർട്ട് നൽകി കേന്ദ്രമന്ത്രിമാരെയും VCയെയും രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് നീക്കമാണ് പുറത്താകുന്നത്. രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞ ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത്. രോഹിത് മാലാ സമുദായക്കാരനാണെന്നും ആ സമുദായം പട്ടികജാതിയിൽ പെടുന്നതാണെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. രോഹിത് മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വധേര ജാതിക്കാരനാണെന്ന് ഗുണ്ടൂർ പോലീസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത്. രോഹിത് പട്ടിക വിഭാഗക്കാരനാണെങ്കിൽ രോഹിതിന്റെ മരണം മുൻനിർത്തി ഗച്ചിബൌലി പോലീസ് എടുത്ത കേസിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പാറാബു എന്നിവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് രോഹിതിന്റെ സ്വദേശമായ ഗുണ്ടൂരിലെ പോലീസ് വിവാദ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിതിന് നീതി തേടി ഒരാഴ്ചയായി ക്യാമ്പസ് ബന്ദ് നടത്തുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോലീസ് നടപടിയെ പുച്ഛിച്ച് തള്ളുകയാണ്. രോഹിതിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രോഹിതിന്റെ സഹപാഠികളുടെ നിലപാട് പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഗുണ്ടൂർ പോലീസിന്റെ ക്രൂരമായ ദലിത് വിരുദ്ധ റിപ്പോർട്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് NP ചന്ദ്രശേഖരൻ. വസ്തുതകൾ ഇതായിരിക്കെ എന്തുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നില്ല? SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ആ ചോദ്യം ഏറ്റവും ആദ്യം വളരെ ശക്തമായി തന്നെ രാജ്യത്താകമാനം ഉയരുമ്പോൾ ഈ വിഷയത്തിൽ BJP വക്താവ് JR പത്മകുമാർ, CR നീലകണ്ഠൻ, ഹസനുൽ ബന്ന, ധന്യാരാമൻ, യൂണിയൻ ചെയർമാൻ KP സുഹൈൽ ഒപ്പം സർവകലാശാലയിലെത്തി ഏതൊക്കെ തരത്തിലാണ് വസ്തുതകൾ, എന്താണ് സത്യാവസ്ഥ, കൃത്യമായി രേഖകൾ സഹിതം അതിൻ്റെ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനും. ആദ്യം NPCയിലേക്ക്. NPC വലിയ തരത്തിലുള്ള വാർത്തകൾ വരുന്നു. സർക്കാർ ഒരു തരത്തിൽ വാർത്ത ചമയ്ക്കുന്നു, അതിനെതിരെ മറ്റ് അനുബന്ധമായ വാർത്തകൾ വരുന്നു. താങ്കൾ സർവകലാശാലയിലെത്തി എല്ലാ വിഭാഗക്കാരുമായി അന്വേഷണം നടത്തി വസ്തുതകൾ ശേഖരിച്ചു. ഇതൊക്കെ കണക്കാക്കുമ്പോൾ ഇന്ന് നാം പുറത്തുവിട്ട രേഖകൾ സഹിതം രോഹിത് വെമുലയുടെ മരണം വീശുന്ന വ്യക്തമായ തെളിവുകൾ, അതിൻ്റെ സത്യാവസ്ഥ ഏതു തരത്തിലായിരിക്കും? പ്രദീപ്, നമ്മൾ ഇന്ത്യ ഒരു രാഷ്ട്രമായും പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായും ഒക്കെ ഔപചാരികമായും ഔദ്യോഗികമായും നിലവിൽ വന്നതിൻ്റെ വാർഷിക ആണ് ഇത്. ആ സ്മരണ പുതുക്കുന്ന ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നത് വളരെയധികം വേദനാജനകമാണ്. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ ജാതി വിവാദം, ഇങ്ങനെ ഒരു സംഭവം, ഒരു ഗവേഷക വിദ്യാർത്ഥി, രാജ്യത്തിൻ്റെ പ്രതിഭകളിൽ ഒരാളാകേണ്ടിയിരുന്ന വളരെ പ്രതിഭാശാലിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി, ഒരു കൊല്ലം ഒരു വിഷയത്തിൽ ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന JRF 2 വിഷയത്തിൽ കിട്ടി ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ തുടർന്ന് ജീവനൊടുക്കേണ്ടി വന്നു. അതേ തുടർന്ന് രാഷ്ട്രീയമായി വിഭജിതമായ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അതൊക്കെ ഏറ്റുമുട്ടും. പക്ഷേ അക്കാര്യത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആവലാതിക്കാർക്ക് പരിഹാരമുണ്ടാകണം, ഇരകൾക്കൊപ്പം നിന്ന് നിയമം പെരുമാറണം. ഇതൊക്കെയാണ് നമ്മളുടെ ധാരണ. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി മരിച്ചു കിടക്കുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി തിരയുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി, അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ജാതി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അതല്ല എന്ന ഒരു നിഗമനത്തിൽ വളരെ സംശയാസ്പദമായ രീതിയിൽ എത്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് തുടക്കം മുതലേ ഇങ്ങനെയായിരുന്നു. ഈ കുട്ടി മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡത്തോട് അനാദരവ് കാട്ടിക്കൊണ്ടാണ് പോലീസ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. 12 മണിക്കൂറോളം വിദ്യാർത്ഥികൾ ജഡം എടുത്തുകൊണ്ടുപോകുന്നത് തടഞ്ഞതിനെ തുടർന്ന് ബലം പ്രയോഗിച്ച് ജഡം നീക്കം ചെയ്തപ്പോൾ ജഡത്തിന് കൊടുക്കേണ്ട, മൃതശരീരത്തിന് ഒരു ആധുനിക സമൂഹം കൊടുക്കേണ്ട മാന്യത ഈ രോഹിത് വെമുലയ്ക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് കുട്ടികൾ ആരോപിച്ചു. അത് കഴിഞ്ഞു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അത് പോലീസ് തന്നെ സംസ്കരിക്കുന്ന സ്ഥിതിയിലേക്ക്, ബന്ധുക്കൾക്ക് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന ഏത് സമൂഹത്തിലും നടക്കുന്ന സാമാന്യ മര്യാദ ഉണ്ടായില്ല. സ്നേഹിക്കുന്നവർക്ക് അന്ത്യാഞ്ജലിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന ഒരു കാര്യവും ഉണ്ടായില്ല. പോലീസ് തന്നെ ആ ജഡം കൊണ്ടുപോയി രഹസ്യമായി ചുടുന്ന
ഒരു കാഴ്ച പോലും ഇന്ത്യ കാണുകയുണ്ടായി. ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ഭഗത് സിംഗിനെയൊക്കെ അങ്ങനെ രാഖി രാമാനം ചുട്ട് ചാരം സത്ലജ് നദിയിൽ രഹസ്യമായി ഒഴുക്കി എന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കൊച്ചുകുട്ടിയോട്, ഈ ചെറുപ്പക്കാരനോട് ഇങ്ങനെ ചെയ്തത് എന്നത് ഒരു വശം. രണ്ടാമത്, ഈ മനുഷ്യൻ്റെ വിശ്വാസം, ഇദ്ദേഹം മാലാ സമുദായക്കാരനാണ്, അത് ദഹിപ്പിക്കുന്ന ഒരു രീതി, സംസ്കാര രീതിയല്ല അവർക്കുള്ളത്. എന്നിട്ടും മൃതദേഹം കൊണ്ടുപോയി ദഹിപ്പിക്കുകയുണ്ടായി. താൻ എതിർത്തിരുന്ന ചില സംസ്കാരത്തിൻ്റെ രീതിയിൽ, താൻ എതിർത്തിരുന്ന ഒരാശയത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തെ സംസ്കരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. മരിച്ചവനെ മലർത്തിക്കിടത്തി നമ്മുടെയൊക്കെ ഇഷ്ടം നടപ്പാക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ പോലീസ് സംവിധാനം തന്നെ പോയത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോഴിതാ ആ കുട്ടിയുടെ യശസ്സിനെയും ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ കള്ള സർട്ടിഫിക്കറ്റ് ജാതിയിൽ ഉണ്ടാക്കിയവനാണ്. ഒരിക്കലും ജാതിപരമായ അവശത ഉറപ്പ് നൽകുന്ന ഒരു സംരക്ഷണത്തിനും നിൽക്കാതെ എല്ലാ സ്ഥലത്തും മെറിറ്റിൽ ജയിച്ച് മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്ന ഈ വിദ്യാർത്ഥി കള്ള ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ദലിതനായ ഒരാൾക്കൊരു ആരോപണമുണ്ടായാൽ, ദലിതനെതിരായ ഒരു അത്യാചാരമുണ്ടായാൽ, ദലിതനെതിരായ അതിക്രമം എന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന നിയമവ്യവസ്ഥ ഉള്ള നാട്ടിലാണ് എതിർവശത്ത് പ്രമാണിമാർ വന്നപ്പോൾ, ജനനേതാക്കൾ വന്നപ്പോൾ, മന്ത്രിമാർ വന്നപ്പോൾ മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ പോയാൽ ഈ രാജ്യത്ത് ദലിതർക്ക്, അതുപോലുള്ള പാർശ്വവൽകൃതർക്ക്, വിമതർക്ക് ഒന്നും സുരക്ഷിതമായി നിയമവാഴ്ചയെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാത്ത സാഹചര്യം വരും. ഒരു ദലിതായ വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട്, അയാളുടെ കുടുംബത്തോട്, അയാളെ സ്നേഹിച്ച് 8 ദിവസത്തോളമായി ക്യാമ്പസ് ബന്ദ് നടത്തി നിൽക്കുന്ന ശതക്കണക്കിന് വിദ്യാർത്ഥികളോട് ഒക്കെ ചെയ്യുന്ന അനീതി മാത്രമല്ല ഇത്. ഈ രാജ്യം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ഇന്ത്യ ഒന്നാകെ ആലോചിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നാണ് ഈ ചെറിയ ജാതി പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യെസ്, ധന്യരാമൻ, ആ സർവകലാശാലയിൽ എത്തുക, അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുക, എല്ലാ തലങ്ങളിലും എന്താണ് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന വാക്ക് പല സ്ഥലങ്ങളിലും സാമൂഹികമായി അവഗണിക്കുക, ഒറ്റപ്പെടുത്തുക, ആ തലങ്ങളിൽ നിന്നുകൊണ്ട് എന്താണ് ഇതിൻ്റെ സാമൂഹ്യ അവസ്ഥ എന്ന് പരിശോധിച്ച ആളാണ് NPC. അദ്ദേഹം ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഏതു തരത്തിലാണ് ബദൽ ശബ്ദങ്ങളുടെ, ബദൽ നിലപാടുകളുടെ, ബദൽ വ്യക്തിത്വങ്ങളുടെ ജീവിതം ഈ ആധുനിക ഇന്ത്യയിൽ? എന്താണ് ഇന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുമ്പോഴും സാമ്പത്തികമായിട്ടോ അതിൻ്റെ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റം വരാത്ത ഒരു വിഭാഗം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ 7 ദിവസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് എന്താണ് കുട്ടികളുടെ പ്രതിനിധികൾ ചലോ HCU എന്നുള്ളൊരു ക്യാമ്പയിൻ തന്നെ ചെയ്ത് ആ യൂണിവേഴ്സിറ്റിയിൽ പോയി അത്രയും ശബ്ദത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ധനിയിലേക്ക് തന്നെ തിരികെ എത്താം. JR പത്മകുമാർ, ക്രൂരത എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക്, കേന്ദ്രമന്ത്രിക്ക് പോകേണ്ടി വരിക, അവിടെ VCയെ ഉപകരണമാക്കുക, ഉപകരണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബദൽ നിലപാടുകളെ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ഇത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നതിൻ്റെ സാങ്കത്യം നാം വളരെ അപഹാസ്യത്തോടെ പരിശോധിക്കേണ്ട കാര്യമില്ലേ? താങ്കളുടെ ആമുഖം തന്നെ നേരത്തെ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഒരു അവതരണമാണ്. ഒരു ക്രൂരത, ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൂരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദി ആക്രമണത്തെക്കാൾ ഭയാനകമാണ് ഒരു വിദ്യാർത്ഥി സംഘടനത്തെ അത് ജാതീയമാക്കി മാറ്റി ഇന്ത്യയിൽ ജനസമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ രീതിയിലുള്ള 2 ചേരിയാക്കി തീർക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തെക്കാൾ ക്രൂരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടുത്തെ MPC നേരത്തെ പറഞ്ഞൊരു കാര്യം, ജാതി അന്വേഷിച്ച് പോകുന്നു. നമുക്കറിയാം നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാളെ റേപ്പ് ചെയ്താൽ ആദ്യം പോലീസ് അന്വേഷിക്കുന്നത് ആ പ്രതിയെ പൊട്ടൻസി ടെസ്റ്റിന് വിധേയരാക്കും. ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. SC/ST ആക്ട് അനുസരിച്ച് കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ചെയ്യേണ്ട പ്രാഥമിക കടമ എന്ന് പറഞ്ഞാൽ അടികൊണ്ട അല്ലെങ്കിൽ ഇതിന് പ്രതിയായിട്ടുള്ള ആൾ ഉയർന്ന ജാതിയിലുള്ള ആളാണോ,
ഈ ഇര എന്ന് പറയുന്നത് പട്ടികജാതിക്കാരനാണോ അല്ലെങ്കിൽ പട്ടികവർഗ്ഗക്കാരനാണോ, ഇത് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതല്ലാതെ അന്വേഷണം എല്ലാം നടത്തി അവസാനം ചാർജ് കൊടുക്കാൻ വരുമ്പോൾ ഈ രീതിയിൽ ജാതി ഒരു അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ നടത്തിയ അന്വേഷണങ്ങളെല്ലാം വെറുതെയാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാതിയെ കുറിച്ച് അന്വേഷിക്കുന്നത്. ആ രേഖ എന്താണ് വ്യക്തമാക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ പ്രദീപ്, ഒന്ന് ചോദിച്ചോട്ടെ. കേരളത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച് ജയിച്ചപ്പോൾ അതിനെതിരായിട്ട് ഇടതുപക്ഷം കേസ് കൊടുത്തല്ലോ, തെരഞ്ഞെടുപ്പിൽ കേസ് കൊടുത്തല്ലോ. അന്ന് എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ CPIയുടെ സ്ഥാനാർത്ഥി? ഞാൻ പറഞ്ഞോട്ടെ, എന്തായിരുന്നു വിഷയം? കൊടിക്കുന്നിൽ സുരേഷ് പട്ടികജാതിക്കാരനല്ല, പക്ഷെ സുരേഷ് തഹസീർ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടല്ലേ നോമിനേഷൻ കൊടുത്തത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും തഹസീർ ഇഷ്യൂ ചെയ്താലും അതിൽ സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം, അതിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് വധേരയാണോ മാലയാണോ, അച്ഛൻ്റെ നോക്കണോ അമ്മേരെ നോക്കണോ ഒക്കെ നോക്കട്ടെ. എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മതം ഏതാ? ഏതാ മതം? അമ്മയുടെ നോക്കണോ അച്ഛൻ നോക്കണോ? ഇപ്പൊ ഇവിടെ എന്താ പ്രചരിപ്പിക്കുന്നത്? ഇതൊക്കെ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണോ? അതാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് CR നീലകണ്ഠനിലേക്ക്. CR നീലകണ്ഠൻ, എപ്പോഴും നാം ബദൽ ശബ്ദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ബദൽ വിഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് അംബേദ്കറുടെ കാര്യമാകട്ടെ മറ്റ് ഏതൊരു ബദൽ ശബ്ദങ്ങളാകട്ടെ, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ന്യായീകരണം സർക്കാർ നിലപാടുകൾ എപ്പോഴും ആവർത്തിക്കുക. ആ ശബ്ദം തന്നെയാണോ JR പത്മകുമാറിന്റെ ഈ വാക്കുകളിൽ കേൾക്കുന്നതും? അതോടൊപ്പം തന്നെ പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ട ആ രേഖ, അത് തഹസീൽദാർ നൽകിയ രേഖയാണ്. 2015 ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ. അതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം മൈന്യൂട്ടായിട്ട് കാര്യങ്ങളിലാണോ ഈ ശബ്ദങ്ങളെ വേർതിരിക്കുകയും തിരിച്ചറിയപ്പെടുകയും ചെയ്യേണ്ടത്? CR നീലകണ്ഠൻ. അല്ല, സഹസ്രാബ്ദങ്ങളായി ഒരു ജനത അനുഭവിച്ചു വരുന്ന, ഒരു സമൂഹത്തിലെ വിഭാഗം അനുഭവിച്ചു വരുന്ന ഒരു പീഡനത്തിൻ്റെ ഇരയാണ്. രോഹിതിൻ്റെ കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരം എനിക്ക് ഭാരമാകുന്നു എന്നാണ്. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ദളിത് ശരീരമാണ്. ദളിത് ശരീരത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ, അല്ല ആത്മാവെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്, നക്ഷത്രങ്ങൾ വരെ എത്തുന്ന ആ സ്വപ്നങ്ങൾ തനിക്ക് ഭാരമാകുന്നു എന്ന് പറഞ്ഞാൽ താൻ നേരിടേണ്ടി വന്ന, ചെറുപ്പം മുതൽ താൻ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളുടെ വലിയൊരു പരമ്പരയുണ്ട്. ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് അദ്ദേഹം ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ സന്ദേശം. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി പീഡനങ്ങൾ, അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതും അങ്ങേയറ്റത്ത് ഉയർന്ന ചിന്തയുള്ള ഒരു കാൾസാഗിനെ പോലെ ശാസ്ത്ര എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ, അത് നേരത്തെ NPC ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ ക്ലാസ്സിലും വളരെ ഉയർന്ന മാർക്കോടെ 2 JRF വാങ്ങിയ ഒരാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമുള്ളതാണ്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അവരുടെ അമ്മയുടെ മൊറാലിറ്റി ശരിയാണോ, ആ പെൺകുട്ടി സമ്മതം കൊടുത്തതാണോ, ഇതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പീഡനം തന്നെ മാഞ്ഞു പോകും. അത്തരത്തിൽ ഇവിടെ വളരെ ലളിതമായ കാര്യം എന്താ, ഇദ്ദേഹം PhD ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്കൂൾ മുതൽ PhD വരെ പഠിച്ചത് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. അതൊരു കാര്യം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ് അന്വേഷിച്ചു. ഈ അന്വേഷണം എന്തിനാണ്? പോലീസ് എന്താ അന്വേഷിച്ച് കണ്ടെത്തിയത്? അദ്ദേഹം ദളിതനല്ല എന്ന് കണ്ടെത്തുകയാണ് പോലീസ്. അതെന്തിനു വേണ്ടിയാ? നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വളരെ ലളിതമാണ്. SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഇദ്ദേഹം ദളിതനാണെങ്കിൽ അദ്ദേഹത്തെ ജാതിവെറിയൻ, ദേശദ്രോഹി, അതുപോലെ തീവ്രവാദി എന്ന് വിളിച്ച ഒരു കേന്ദ്രമന്ത്രി, അതിന് കൂട്ടുനിന്നാൾ, അത് നടപ്പാക്കിയ VC, ഈ 3 പേരും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പത്മകുമാറിൻ്റെ മോഡി ഭരിക്കുന്ന നാട്ടിൽ അങ്ങനെ വല്ലതും സംഭവിക്കുമോ? അപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ പണ്ടേ കേസുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ചെയ്യുന്നത് എന്താ? ഇത് പല ന്യായങ്ങളാണ്. ഇത്തരം ന്യായങ്ങൾ നമ്മൾ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടുണ്ട് പ്രദീപ്. ഈ ന്യായങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പത്മകുമാർ ഉന്നയിക്കുന്നത്. കാരണം ഈ ന്യായങ്ങൾ ഉന്നയിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ രോഹിത് വെമുല ഉന്നയിക്കുന്ന വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഈ പ്രശ്നങ്ങളെ വലുതാക്കി പത്മകുമാർ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരിക. ഏതെങ്കിലും ഒരുത്തൻ ഒരു പശുവിറച്ചി കഴിച്ചു അല്ലെങ്കിൽ ഒരു ബീഫ് കഴിച്ചു എന്ന് കേട്ടാൽ അവനെ തല്ലിക്കൊല്ലുന്നതിനെ ന്യായീകരിച്ച ആളുകൾ, അത് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വിമത ശബ്ദം എന്ന അർത്ഥത്തിൽ വളരെ ഉന്നതമായ
തൻ്റെ നിലപാട് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ, നമുക്കറിയാം കാര്യം, പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഒരു സംഘം വർഗീയവാദികൾ ഇറങ്ങിയപ്പോൾ അത് തെറ്റാണ്, ഇത് ജനാധിപത്യമാണ്, സിനിമ പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രകടനം നടത്തിയിരുന്ന തുടങ്ങിയ ഒരു കാര്യമാണെന്ന് ആലോചിക്കണം. ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും നിയമവാഴ്ചയും എവിടെ പോയി എത്തിയിരിക്കുന്നു എന്നത് ഭയാനകമായൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം രോഹിത് വെമ്മൂലയിൽ അവസാനിക്കുന്നതല്ല. നമുക്കറിയാം കുറേ കാലമായി ഇത്തരം പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇതിനെതിരെ ഒരു കേസും എടുക്കില്ല, ഒരിക്കലും ഇവർ ശിക്ഷിക്കപ്പെടില്ല. അതിനൊക്കെ ഉപന്യായങ്ങൾ പറയും. കാരണം ഈ സമൂഹത്തിനെ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ദളിതർക്ക് പഠിക്കാൻ അറിയില്ല, ദളിതർക്ക് ഒരുപാട് പൈസ കൊടുക്കുന്നു, നിങ്ങൾക്ക് എത്ര പണം തന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുസമൂഹത്തെ കൊണ്ട് ഉന്നയിപ്പിക്കുന്നത്. ഇത്തരം രീതികൾ ഒരുപക്ഷെ കേരളം പോലൊരു സമൂഹത്തിൽ പോലുമുണ്ട്. ഇത് പ്രത്യേകിച്ചും ആന്ധ്ര പോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നേരത്തെ കുറേ അധികം ആത്മഹത്യകൾ ഇത്തരത്തിൽ വലിയ ഉന്നതരായ ഗവേഷക വിദ്യാർത്ഥികളും ഉണ്ടായിട്ടുണ്ട്. ആരന്വേഷിച്ചു? ഒരിക്കലും അന്വേഷിച്ചില്ല. ഇതിപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ, ഇന്ത്യൻ പൊതുസമൂഹം ഒരല്പം ശബ്ദമുയർത്തിയത് കൊണ്ട് എന്തോ ചിലത് ചെയ്യേണ്ടി വന്നു. ഇത് കേവലം നഷ്ടപരിഹാരത്തിൻ്റെ ഒരു വിഷയമല്ല, ഒരു സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് രോഹിത് വെമ്മൂലയുടെ ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പും എന്ന് വായിക്കുമ്പോൾ മാത്രമേ ഇത്തരം തൊടുന്യായങ്ങൾ അപ്രസക്തമാവുന്നുള്ളൂ. ഇന്ത്യൻ നീതിപീഠം, ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയാണെങ്കിൽ അംബേദ്കറോടുള്ള ഏറ്റവും വലിയ അപമാനമാണ് ആ ഭരണഘടനയുടെ നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ എന്ന് പറയേണ്ടി വരും. യെസ്, ഹസനുൽ ബന്ന, മറ്റ് ബദൽ ശബ്ദങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ JR പത്മകുമാർ ഇവിടെ ഉയർത്തിയ വിമർശനമായ ആ ശബ്ദത്തെ നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. JR പത്മകുമാറിനോടുള്ള എല്ലാ ബഹുമാനവും അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ചോദിക്കുന്നു, അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്ക്, ഒരു അജണ്ട സെറ്റിംഗ് ഈ ചർച്ചയിൽ, അവിടെ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുമ്പോൾ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ പാനലിസ്റ്റുകൾക്ക്, ഈ പാനലിന് ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു അജണ്ടയുണ്ടെങ്കിൽ ആ അജണ്ട ശബ്ദിക്കുന്നവന്റെ അജണ്ടയാണ് എന്ന് തിരിച്ചറിയുന്ന വസ്തുതകളാണോ ഇന്ന് ഈ തുടക്കം മുതൽ നാം ഈ പാനലിൽ കാണുന്നത്? ഹസനുൽ ബന്ന. ബഹുമാന്യനായ പത്മകുമാർ പറഞ്ഞത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ്. കാരണം അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് അജണ്ട സെറ്റ് ചെയ്തത് എന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ എന്തുമാത്രം ബാലിശമായ ഒരു വാദമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ആലോചിച്ച് നോക്കുക, ഒരു പുതിയ വിഷയമായിട്ടാണ് പോലീസ് രോഹിത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം പട്ടികജാതിക്കാരനാണ് എന്ന് ഉറപ്പുവരുത്തുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ ഒരു വർഷമായി ഹൈദരാബാദ് സർവകലാശാലയിൽ ഈ വിഷയവുമായി നടന്ന വിവാദങ്ങളും രോഹിത്ത് ദലിതനല്ല എന്ന് ABVP പ്രവർത്തകർ പ്രചണ്ഡമായ പ്രചാരണം അഴിച്ചു വിടുകയും ആ പ്രചാരണത്തിനൊടുവിൽ അവസാനം രോഹിത് ദലിതനാണ് എന്ന് തെളിയുകയും ചെയ്തതിനൊക്കെ ശേഷമാണ് രോഹിതിൻ്റെ നിർഭാഗ്യകരമായ ആത്മഹത്യ സംഭവിക്കുന്നത്. NPC ഹൈദരാബാദിലുണ്ടല്ലോ, NPC ഈ കാര്യം അന്വേഷിക്കുമെന്നാണ്, ഇത് ഇനിയും കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ പ്രത്യേകിച്ചും ഇന്നും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രഭാത് പട്നായിക് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഐക്യദാർഢ്യ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ 12 മണിക്ക് സ്മൃതി ഇറാനിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കഴിഞ്ഞ 1.5 വർഷമായി ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണം, ആ പ്രചാരണത്തിൽ ABVP കൈക്കൊണ്ട വാദത്തിന് പിറകെ, ABVP സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് പിറകെ പോലീസ് പോകുന്നതാണ് നാം കാണുന്നത്. ഇതിന് ഉപോത്ബലകമായ ഒരു സംഗതി കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്മൃതി ഇറാനി വളരെ നിർഭാഗ്യകരമായ രീതിയിൽ ഈ വിഷയത്തിൽ കള്ളം പറയുകയുണ്ടായി. ദലിത് വിഷയമല്ലാതിരിക്കാൻ, ഈ വിഷയം ഒരു ദലിത് വിഷയമാക്കാതിരിക്കാൻ യഥാർത്ഥത്തിൽ അന്ന് സ്മൃതി സെറ്റ് ചെയ്ത അജണ്ട പിന്നീട് MHRD കൊടുത്ത കത്തുകളിലൂടെ പൊളിയുകയുണ്ടായി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികളുടെ പീഡന കാര്യത്തിൽ എന്നതുപോലെ ഇപ്പോൾ മാനഭംഗ കേസിലെ ശിക്ഷ വളരെ കടുത്തതാക്കിയതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ പീഡനത്തിൻ്റെ ശിക്ഷയും കടുത്തതാക്കിയിട്ടുണ്ട്. ഈയിടെ പാർലമെൻറ്റ് നടത്തിയ നിയമനിർമ്മാണം ഇന്നലത്തേതോടുകൂടി നിലവിൽ വന്നു കഴിഞ്ഞു, രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഈ പരാതിയോടുകൂടി തന്നെ ഈ കേന്ദ്രമന്ത്രിമാർ അറസ്റ്റിലാകുന്നത് തടയുന്നതിന് വേണ്ടിയാണ്
ഈ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇത് ദലിതനല്ല എന്ന് എങ്ങനെയെങ്കിലും വരുത്താനും ഇതൊരു ദലിത് വിഷയമല്ല എന്ന് വരുത്താനും ശ്രമിക്കുന്നത്. അപ്പോൾ ആ അജണ്ട സെറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ രോഹിതിനോടൊപ്പം നിൽക്കുന്നവരല്ല, മറിച്ച് രോഹിതിൻ്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന് വഴിവെച്ചവരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന മാലാ സമുദായമാണ് രോഹിത് എന്ന് നേരത്തെ തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ABVP ഇത്തരമൊരു പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ തെളിയിക്കപ്പെട്ടതാണ്. ഹൈദരാബാദിൽ ഇത് തെളിയിക്കപ്പെട്ടതാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വാദം വരാൻ കാരണം ഈ സംവരണ വിഭാഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള യോഗ്യതയും അതുപോലെ തന്നെ കഴിവും പ്രാപ്തിയുമുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു രോഹിത്. ആ രോഹിത് ജനറൽ വിഭാഗത്തിൽ സർവകലാശാലയിൽ തൻ്റെ പ്രവേശനം നേടുകയും അതുപോലെ തന്നെ പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന ആളുകൾ വിചാരിക്കുകയാണ്, ഊഹിക്കുകയാണ് ഇദ്ദേഹം ഒരു ദലിതനല്ലായിരിക്കാമെന്ന്. ഈ തരത്തിൽ ഊഹങ്ങളുടെയും അതുപോലെ തന്നെ കേട്ടുകേൾവിയുടെയും അടിസ്ഥാനത്തിൽ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും അജണ്ട സെറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് യഥാർത്ഥത്തിൽ ആ വിവാദത്തിലുള്ളത്. ഇത്രയും നിസ്സാരമായ ബാലിശമായ വാദങ്ങളിൽ പിടിച്ചു തൂങ്ങി ഈ വിഷയത്തെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെ വഴിതെറ്റിച്ച് വിടാനുള്ള ശ്രമം അനുവദിക്കരുതെന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ രോഹിത് വെമുലെ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കേസെടുക്കാൻ വൈകുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അതിന് അടിസ്ഥാനമാകുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അജണ്ടകളുടെ അജണ്ട, അതിൻ്റെ ഗ്രാമർ ഏതു തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. NBC ഇനിയുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ കുറ്റക്കാരെ നിയമത്തിനു മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അങ്ങനൊരു വികാരം ഹൈദരാബാദ് സർവകലാശാലയിലെ അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും എത്രമാത്രം ശക്തമാണ്? ഞാൻ ആ ക്യാമ്പസിൽ നിന്ന് ഹസനുൽ ബന ഇപ്പോഴും ഞാൻ അവിടെയാണ് എന്ന് ധരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ ആ ക്യാമ്പസിൽ നിന്ന് എൻ്റെ അന്വേഷണങ്ങൾ ഒരു ഘട്ടം തീർത്ത് തിരിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ക്യാമ്പസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നതാണ്. ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിലെ ക്യാച്ച് വേർഡ് അജണ്ട എന്നതാണ്. അജണ്ടയുടെ ഒരു സാന്നിധ്യം അവിടെ ആദ്യന്തം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വന്ന നിർഭാഗ്യവാനായ ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നത്. വളരെ ഏതൊരു കോളേജിലും കുട്ടികളൊക്കെ പഠിക്കുന്ന, യുവാക്കളൊക്കെ പഠിക്കുന്ന ഏത് കോളേജിലും ഉണ്ടാകാവുന്ന ഒരു ചെറിയ ഒരു സംഭവ വികാസം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ഇടപെട്ട് വഷളാക്കി ഒരു ജീവൻ എടുക്കുകയും അതിനുശേഷം അത് വീണ്ടും കൂടുതൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക്, മനുഷ്യരെ അന്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണെന്നത്. ഇത് ഒരു നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസഫർ നഗർ ബാക്കി ഹേ എന്ന ഒരു ഡോക്യുമെൻ്ററി ആഗസ്റ്റ് 1 ദില്ലി സർവകലാശാലയിൽ കളിക്കുകയും അതൊരു പ്രത്യേക വിദ്യാർത്ഥി വിഭാഗം ABVP തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം പല ക്യാമ്പസുകളിലും ആ ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നൊരു ശൈലിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തി. ഈ ക്യാമ്പസിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അത് കാണിക്കുകയുണ്ടായി. അതേ തുടർന്ന് ഒരു പോസ്റ്റ് ഈ ഡോക്യുമെൻ്ററി തടഞ്ഞത് ഹൂളിഗാനിസം ആണ് എന്ന മുദ്രാവാക്യം ഉയർന്നതിനെതിരെ ഒരു പോസ്റ്റ് അവിടുത്തെ ABVP പ്രസിഡന്റ് സുശീൽ കുമാർ ഫേസ്ബുക്കിൽ ഇടുകയാണ് ഉണ്ടായത്. ആ പോസ്റ്റിൽ അംബേദ്കർ വിദ്യാർത്ഥി സംഘടനയുടെ ഗുണ്ടകൾ ഹൂളിഗാനിസത്തിനെതിരെ ശബ്ദിക്കുന്നു എന്ന് എനിക്ക് ചിരി വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഉണ്ടായത്. ഈ പോസ്റ്റിലെ ഗുണ്ടകൾ എന്ന പരാമർശം പിൻവലിക്കണം എന്ന് പറഞ്ഞ് സുശീൽ കുമാറിൻ്റെ മുറിയിൽ ഒരു കൂട്ടം ASA പ്രവർത്തകർ എത്തുകയും അത് ഒരു പ്രശ്നത്തിലേക്ക് വളരുകയും ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായത്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ അന്വേഷണം ആഗസ്റ്റ് 4 രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എങ്കിൽ ആഗസ്റ്റ് 12 തന്നെ സർവകലാശാലയുടെ അന്വേഷണത്തിൻ്റെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നു. 2 പേരെയും, സുശീൽ കുമാറിനെ പ്രകോപനപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനും മറ്റ് ആ സംഘത്തിൻ്റെ നേതാക്കളെ പ്രകോപനപരമായി പെരുമാറിയതിനും താക്കീത് ചെയ്തുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചു. പക്ഷേ സുശീൽ കുമാറിൻ്റെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും എടുക്കേണ്ടതുകൊണ്ട് ഒരു റിപ്പോർട്ട് കൂടി ബാക്കി വെച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത്. ഇങ്ങനെ അവസാനിച്ച ഒരു പ്രശ്നം. പക്ഷേ അതിൽ സുശീൽ കുമാറിൻ്റെ പരാതിയെ തുടർന്ന്
കേസെടുക്കുന്നുണ്ട് പോലീസ്. അതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികളിൽ നിന്നല്ല, കോളേജിൽ നിന്നല്ല, പുറത്തു നിന്ന് ഒരു നേതാവിൻ്റെ ബന്ദാരു ലക്ഷ്മണ എന്ന MP-ക്ക്, കേന്ദ്രമന്ത്രിക്ക്, ഒരു നേതാവിൻ്റെ BJP നേതാവായ നന്ദനം ദിവാകറിൻ്റെ ഒരു കത്ത് പോകുന്നു. ഈ കത്തിൽ ഈ ഡോക്യുമെൻ്ററി പ്രദർശനം എന്നത് മാറുകയും അതിന് തൊട്ടു മുമ്പ് അവിടെ ഉണ്ടായ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നപ്പോൾ ഇതേ വിദ്യാർത്ഥി സംഘടന, അംബേദ്കർ വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരു പ്രകടനത്തെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് വരുത്തുകയും ചെയ്തു. അവിടെ മുതൽ കാര്യങ്ങൾ വഴിതെറ്റുന്നതാണ് കാണുന്നത്. എന്തായാലും ഇടക്കാല റിപ്പോർട്ടിന് ശേഷം ഒരു അന്തിമ റിപ്പോർട്ട് കൂടി വന്നു. ഈ വിദ്യാർത്ഥികളെ അവിടെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന തരത്തിലേക്ക്, നേരത്തെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയെന്ന് ഇടത്തേക്ക് അവിടെ നിന്ന് മാറുകയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേ തുടർന്ന് വിദ്യാർത്ഥി സമരം വന്നു. ആ സസ്പെൻഷൻ പിൻവലിച്ചു. ആ സസ്പെൻഷൻ, ആ ഘട്ടത്തിലുള്ള സസ്പെൻഷൻ ആ സെമസ്റ്റർ തീരുന്നത് വരെയായിരുന്നു. ഈ ഡിസംബറിലാണ് അത് തീരുന്നത്. അതുവരെ ഒരു സസ്പെൻഷനാണ് പറഞ്ഞിരുന്നത്. അത് ഉണ്ടായിരുന്നെങ്കിൽ, അത് മാത്രമായിരുന്നെങ്കിൽ അതിപ്പോൾ തീരുമായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് ബന്ദാരു ലക്ഷ്മണന് ഈ കത്ത്, ബന്ദാരു ദത്താത്രേയ ഈ കത്ത് അയച്ചതിനെ തുടർന്ന് സ്മൃതി ഇറാനി പ്രശ്നത്തിൽ ഇടപെടുകയും തുടർച്ചയായി 1, 2, 3, 4, 5 കത്തുകൾ സർവകലാശാലയ്ക്ക് എത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഈ പിൻവലിക്കപ്പെട്ട സസ്പെൻഷൻ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനല്ല, ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണം പുതിയ തെളിവ് എടുക്കുകയോ പുതിയ വിസ്താരം നടത്തുകയോ ചെയ്യാതെ പ്രശ്നത്തിൽ പുതിയ രീതിയിൽ ഒരു തീർപ്പുമുണ്ടാക്കി. കോഴ്സ് തീരുന്നതുവരെ ഈ വിദ്യാർത്ഥികളെ, ഇവരെല്ലാവരും റിസർച്ച് സ്കോളേഴ്സാണ്, ഗവേഷക വിദ്യാർത്ഥികളാണ്, PhD ബിരുദം നേടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് ഹോസ്റ്റൽ വിലക്കി, അവർക്ക് ക്യാമ്പസിൽ കൂട്ടം കൂടി നടന്നുകൂടാ എന്നതടക്കമുള്ള കർക്കശമായ നിബന്ധനകളോടുകൂടി കോഴ്സ് തീരും വരെ അവരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഒരു അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സംശയിക്കപ്പെടുന്ന ആളുകളെ നീക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ കോഴ്സ് തീരുന്നത് വരെ ആക്കി. ഇതിനെതിരെ കുട്ടികൾ സമരം ചെയ്യുകയും ഈ ഹോസ്റ്റലിൽ നിന്ന് ഇവരെ പുറത്താക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ അതുവരെ പിടിച്ചു നിന്നിരുന്ന ഇദ്ദേഹം, തനിക്ക് 1.25 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഫെലോഷിപ്പ് കിട്ടാൻ തുടങ്ങിയതിനെ തുടർന്ന് തയ്യൽ ജോലി നിർത്തി ആ വരുമാനം കൊണ്ട് ആ കുടുംബം ജീവിക്കുകയായിരുന്നു. 1.25, എനിക്ക് വേണ്ടി ഇതേ ചെയ്യേണ്ടതുള്ളൂ. 7 മാസമായിട്ട് എൻ്റെ ഫെലോഷിപ്പ് മുടങ്ങിക്കിടക്കുകയാണ്. 1.25 ലക്ഷം രൂപയുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ കുറച്ച് രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അയാളുടെ പേരും എഴുതിയിട്ടുണ്ട്, അത് അയാൾക്ക് കൊടുക്കുക, ബാക്കിയുള്ള അത് എൻ്റെ കുടുംബത്തിന് കൊടുക്കുക, എനിക്ക് വേണ്ടി കരയരുത് എന്ന് എഴുതി വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ മുഴുവൻ ഉള്ളത് അജണ്ടയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു അജണ്ട. ഒരു കോളേജിൽ ഒരു അച്ചടക്ക പ്രശ്നത്തിൽ അച്ചടക്ക നടപടികളിൽ തീരുമായിരുന്ന ഒരു പ്രശ്നത്തിന് രാഷ്ട്രീയ മാനങ്ങളും ദേശവിരുദ്ധ മാനങ്ങളും നൽകി വലുതാക്കി. ഒരു ഗവേഷക വിദ്യാർത്ഥി പുറത്തിറങ്ങി ഒരു ജോലി എവിടെയെങ്കിലും കിട്ടും എന്ന് കരുതുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് മുകളിൽ ദേശവിരുദ്ധൻ എന്ന ബിരുദം വന്ന് വീഴുന്നതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഇതിലുണ്ടായി. അജണ്ടയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അവിടെ ചെന്ന് കാര്യങ്ങൾ നേരിട്ട് കണ്ട ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അജണ്ടയുടെ സാന്നിധ്യം ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ്. JR പത്മകുമാർ, ധന്യരാമനിലേക്ക് വരാം. എപ്പോഴും അദ്ദേഹം, നമ്മൾ ഇത്രയും പേര് ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബദൽ ശബ്ദത്തിൻ്റെ ഇതിൽ അദ്ദേഹത്തെയും ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ പരമപ്രാധാന്യം കൊടുക്കുന്നുണ്ട്. JR പത്മകുമാർ, NBC അടക്കം, അതോടൊപ്പം CR നീലകണ്ഠൻ, ഹസനുൽ ബന്ന, ധന്യരാമൻ അടക്കമുള്ളവർ പറയുമ്പോൾ ന്യായീകരണത്തിനപ്പുറം താങ്കളെ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ആർജവത്തോടെ തിരുത്തൽ പ്രക്രിയ വരുത്താൻ ഒരു ഭരണകൂടത്തിന് സാധിക്കണം. JR പത്മകുമാർ. അല്ല, അത് ഞാൻ അതിലേക്ക് മറുപടി പറയാം. അപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും മറുപടി പറയാനുള്ള അവസരം പൂർണ്ണമായും തരണം. ഒന്ന്, അസൽ പിന്നെ പറഞ്ഞ കാര്യത്തിൽ ഇവർ ABVP-കാരെല്ലാം അങ്ങ് സവർണ ആളുകളാണ്, ആ ഒരു ധാരണ വേണ്ട. മറ്റ് ഈ പറയുന്ന സംഘടനയിലുള്ളേക്കാൾ കൂടുതൽ ദളിതരും ആദിവാസികളും ആളുകളും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ABVP. അതിലൊരു സംശയം വേണ്ട. അതുകൊണ്ട് ABVP-ക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു സസ്പെൻഷൻ നടപടി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദളിത് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു ഇൻസിഡൻ്റെ പേരിൽ ഈ
സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആദ്യ നടപടിയൊന്നുമല്ല ഹൈദരാബാദിൽ ഉള്ളത്. പിന്നെ MBC പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഇത് ഈ സസ്പെൻഷൻ ആദ്യം എടുത്ത സമയത്ത്, ഈ അന്വേഷണം നടത്തിയ സമയത്തുള്ള തീരുമാനത്തിൽ, ഈ അവിടുത്തെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ തീരുമാനത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ദെയർ ഈസ് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ എവിഡൻസ് ടു ഇൻഡിക്കേറ്റ് സുശീൽ ഹാഡ് ബീൻ ബുള്ളീഡ് ആൻഡ് മാൻ ഹാൻഡിൽ എന്നുള്ള റിപ്പോർട്ടുണ്ട്. മാൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ ആരുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം, അതാണ് ഞാൻ ബയസ്ഡ് ആണെന്ന് പറഞ്ഞത്, ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഈ മുസഫർ നഗറുമായി ബന്ധപ്പെട്ട് തന്നെ, മറ്റത് മേമനുമായി ബന്ധപ്പെട്ട് അവിടെ ഉന്നയിച്ച മുദ്രാവാക്യം ദളിത് അവകാശമല്ല. ഒരു മേമനെ നിങ്ങൾ കൊന്നാൽ എല്ലാ വീട്ടിലും ഓരോ മേമന്മാരെ സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് പറയുന്നത് അത് ദളിത് അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗം അല്ല. 2, ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ട് വന്നു, ഇവരെ പൂർണ്ണമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഈ വിദ്യാർത്ഥി ഞാനൊന്ന് പറഞ്ഞോട്ടെ രമ്യ, പ്ലീസ് വെയിറ്റ്. അതിന് പൂർണ്ണമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം വിദ്യാർത്ഥി സമരം ഉണ്ടായതിൻ്റെ അടുത്ത് ഈ ഓർഡർ കെപ്റ്റ് ഇൻ അബയൻസ്, അത് താൽക്കാലികമായി നിർത്തിവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ VC വന്നതിന് ശേഷം ഹോസ്റ്റൽ പ്രവേശനം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം, സ്റ്റൈഫന് തടസ്സമില്ല, ലൈബ്രറി പോകുന്നതിന് തടസ്സമില്ല, ബാക്കി ഒരു കാര്യത്തിൽ പഠിക്കാൻ പോകുന്നതിന് തടസ്സമില്ല, ഹോസ്റ്റലിൽ പോകുന്നതിന് തടസ്സം ഉണ്ടാക്കിയ കാരണം ഈ ഒരു പോസ്റ്റ് ഇട്ടതിൽ നമ്മൾ ജനാധിപത്യ അവകാശവും അവകാശ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന രാജ്യമല്ലേ. ഇവിടെ നടന്ന നടപടിക്കെതിരെ ഒരാൾ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ 30ഓളം ആളുകൾ ഹോസ്റ്റലിൽ ചെന്ന് ആ പോസ്റ്റ് ഇട്ട വിദ്യാർത്ഥിയെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് സെക്യൂരിറ്റി റൂമിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഇത് മാറ്റിയിട്ട് മാപ്പപേക്ഷിക്കുന്നു എന്ന് പരസ്യമായി എഴുതിയ ആ സംഭവത്തിൻ്റെ പേരിൽ ഇനിയും ഹോസ്റ്റൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗം ഹോസ്റ്റലിൽ കയറണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനൊരു വലിയ ദളിത് പ്രശ്നമാക്കി അല്ലെങ്കിൽ സവർണർ അവർണ പ്രശ്നമാക്കി മാറ്റുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഇപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ പഴയതേപോലെ ദളിത് അവർണൻ സവർണൻ എന്നുള്ള നിലയിൽ വേർതിരിച്ച് കൊണ്ടുപോയി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിരുന്നൊരു കാലഘട്ടത്തിൽ അത് മാറിയിട്ട് ഒരു യോജിപ്പിൻ്റെ മേഖല വരുന്നു. അതിനെ തകർക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം വിദേശത്തു നിന്നും ഇതിനകത്തു നിന്നുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ധന്യരാമൻ, ഈ ന്യായീകരണം ഇത് തന്നെയാണോ കേരളത്തിലേതടക്കം, ഞാൻ കേരളത്തെ കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഹൈദരാബാദ് സർവകലാശാലയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആകെ ഈ അവസ്ഥയ്ക്കുണ്ടാകുന്ന ഒരു ന്യായീകരണം, അതിനൊരു ബദൽ, അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് താങ്കൾ അടക്കമുള്ള വാദം എന്നാണ് JRP ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടെന്ന് ഇത് തുടക്കം മുതൽ കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം 1992 മുതൽ അവിടെ അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അതിനകത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരും ഏറ്റവും നല്ല പെരുമാറ്റം ഉള്ളവരും ആയതുകൊണ്ടാണ് അവിടെ ASUവിന് അവിടെ ചെയർമാൻ സ്ഥാനം വരെ കിട്ടിയിരുന്നു. 2 വർഷം മുമ്പ് ASU ചെയർമാൻ ആയപ്പോൾ തൊട്ട് ഈ സംഘടന എങ്ങനെയെങ്കിലും പൊളിക്കാനായിട്ടാണ് ABVP-കാരനെ ഒരു ദളിതനാണ്, അപ്പം അവനെ ഉപയോഗിച്ചുകൊണ്ട് ദളിതരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചുകൊണ്ടാണ് ഇവർ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ABVP-ക്ക് അവിടെ ഈ ASU പൊളിക്കാൻ വേണ്ടി നോക്കിയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മന്ത്രിമാർ ഇടപെടുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരു നിസാര ഇതുപോലത്തെ ക്യാമ്പസിനകത്തെ പ്രശ്നങ്ങളിൽ 5 പ്രാവശ്യം ഒരു മന്ത്രി കത്തെഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ദേശവിരുദ്ധം ചെയ്തെന്ന് പിന്നെയും പറയുന്നുണ്ട്. സ്മൃതി ഇറാനി പോയി അംബേദ്കറുടെ വോളി എടുത്ത് വായിക്കട്ടെ, നിങ്ങളാണ് പോയി അംബേദ്കറുടെ വോളി എടുത്ത് വായിക്കട്ടെ. ഞങ്ങൾ കൃത്യമായിട്ട് നാഷണൽ ഐഡന്റിറ്റി ഉള്ളവരാണ്, ഞങ്ങൾ അംബേദ്കറുടെ മക്കളാണ്. അംബേദ്കറെ അറിയുന്നവൻ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവനല്ല, അവനൊരിക്കലും ഒരു മാവോയിസ്റ്റ് അല്ലെങ്കിൽ ഒരു തീവ്രവാദ ലൈനിലേക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. നിങ്ങളത് പറഞ്ഞ് ഈ രീതി ഈ ആംഗിളിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയനെ തകർക്കാനായി ശ്രമിച്ചതിൻ്റെ ഒരു കാഴ്ചയാണ്. അതിന് ബാക്കിയാണ് നമ്മളിപ്പോൾ ഒരു മരണത്തിലെത്തി, ഒരു കൊലപാതകത്തിലേക്ക്, ആത്മഹത്യ എന്ന് ഞാൻ പറയൂല, ഞങ്ങളിൽ ഒരാളെ കൊന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രശ്നത്തിൽ ആ ക്യാമ്പസിൽ നേരത്തെ മുതലേ ഇവർ ഒരിക്കലും സംവരണത്വം പാലിച്ചിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ അംബേദ്കർ സ്റ്റുഡൻസിനെ എങ്ങനെയും പൊളിക്കണം, ഞങ്ങളുടെ ആളുകളെ പൊളിക്കണം എന്നുള്ള ഒരിക്കലും സംവരണം പാലിക്കില്ല. കുട്ടികളെ എടുക്കുന്ന കാര്യത്തിലായാലും അധ്യാപകരെ വേക്കൻസിയുടെ കാര്യത്തിലായാലും ഇപ്പം തന്നെ അവർക്ക് ലൈബ്രറിയും കോൺഫറൻസുകളും അവരുടെ ഹോസ്റ്റലും അവരുടെ പഠന ഇടങ്ങളും എല്ലാം നിരോധിച്ചുകൊണ്ടാണ് രോഹിത്തിനെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആർക്കാണ് താങ്ങാൻ പറ്റുക? എന്നിട്ട് വീണ്ടും അവർ പറയുന്നു കാസ്റ്റിന്റെ പ്രശ്നം. എല്ലാവർക്കും അറിയാം 2008 ഒരു ബീഹാറിലെ ഒരു MLA-ക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ സുപ്രീം കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും OBC SC ആണെങ്കിൽ SC-യുടെ
പാരമ്പര്യവും ആചാരങ്ങളും അത് പാലിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കാം. അതിന് രോഹിത്തിന് ഇവിടെ പട്ടികജാതി സംവരണം കൊടുത്തതിൽ ഇവിടെ അതായത് ഈ അവസ്ഥയിൽ കൂടെ ആര് കടന്നു പോകുന്നു? രോഹിത് കടന്നു പോകുന്നുവെങ്കിൽ രോഹിതിനെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. അതാണ് കൃത്യമായ കാര്യം. സുപ്രീം കോടതിയുടെ ഇത് തകർക്കൽ ഒരു തകർച്ചയുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അത്. അതായത് രോഹിതിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി, ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കണമെന്ന് രോഹിതിന് അവകാശമുണ്ടെങ്കിൽ ആ അവകാശത്തെ പോലും ഖണ്ഡിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ. ഞാൻ പറയട്ടെ, എനിക്ക് BJP നേതാക്കന്മാരായിട്ട് വളരെ അടുപ്പാണല്ലോ, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ. പക്ഷേ രോഹിത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ വളരെ തെറ്റാണ്. കാരണം ആ ക്യാമ്പസിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ തുടക്കം മുതലുള്ള ഇഷ്യൂസ് ഞങ്ങൾക്കറിയാം. ഇത് വെറും സത്യമാണ്. ഇത് നിങ്ങളത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. നിങ്ങൾ തെറ്റിനെ തെറ്റായി സമ്മതിച്ചുകൊണ്ട് അതിന് അടുത്ത എന്താണ് നിയമം നടത്താനായിട്ട് നോക്കുക. അല്ലാതെ ഞങ്ങളെ പ്രകോപിപ്പിക്കരുതെന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതിൽ സംഭവഗതികളിൽ എല്ലാ തരത്തും എല്ലാ ഘട്ടത്തിലും യാന്ത്രികമായി ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുക എന്നതല്ല മാധ്യമങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളും അത് തന്നെയാണ് സ്വീകരിക്കുന്ന നിലപാട്. പൊതുവെയുള്ള സംഭവഗതികളുടെ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ നിലപാട് ഏതെങ്കിലും പക്ഷത്തിന് അനുകൂലമായി മാറുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമല്ല. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും അവരവരുടെ വശങ്ങൾക്ക് വേണ്ടി ഊന്നുന്നതിൻ്റെ ഭാഗമായിട്ടാകാം ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ നിഗമനത്തിൽ ഇതിൽ അടി നടന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. ഒരു കോളേജിൽ സാധാരണ നടക്കുന്ന സംഭവങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള നടപടികളെ ഉണ്ടാകാവൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ പത്മകുമാർ പറഞ്ഞത് ഏത് റിപ്പോർട്ടാണ് എന്ന് വ്യക്തമല്ല. ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ ഇതല്ല കണ്ടെത്തിയത്. രണ്ട് കൂട്ടരെയും താക്കീത് ചെയ്ത ആ റിപ്പോർട്ടിൽ അടി നടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദ ബോർഡ് കുഡ് നോട്ട് ഗെറ്റ് എനി ഹാർഡ് എവിഡൻസ് ഓഫ് ബീറ്റിംഗ് of Mr. Sushil Kumar either from Mr. Krishna Chaitanya or from the report submitted by Dr. Anupama, ചികിത്സിച്ച ഡോക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗസ്റ്റ് 12 സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കേൾക്കട്ടെ. അതുപോലെ തന്നെ അവിടെ ഓരോ വീട്ടിലും ഞങ്ങൾ ഓരോ യാക്കൂബ് മേമന്മാരെ ഉണ്ടാക്കും എന്ന മുദ്രാവാക്യം അവിടെ വിളിച്ചു എന്ന് ഇദ്ദേഹത്തിന്റെ നേതാവായ നന്ദനം ദിവാകർ പോലും പറയുന്നില്ല. ഒരു യാക്കൂബ് മേമൻ കൊന്നാൽ 100 യാക്കൂബ് മേമൻ ഉയർന്നു വരും എന്ന് പറഞ്ഞുവെന്നാണ് ആര് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്. അതിനെ അങ്ങനെയും കാണാം. അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ് മൂന്നാമത് പറഞ്ഞ് നാലാമത് പറയുമ്പോൾ ഏത് കാര്യവും മാറിപ്പോകും. അപ്പൊ തെറ്റായ ഊന്നലുകൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ അക്രമം നടന്നിട്ടില്ല എന്നാണ് ഇവർ കണ്ടെത്തിയത്. അത് രണ്ടാമത്തെ റിപ്പോർട്ടിലും മൂന്നാമത്തെ റിപ്പോർട്ടിലേക്കും വന്നപ്പോഴാണ് ആദ്യം താക്കീത് ചെയ്തപ്പെട്ട ഒരു പക്ഷക്കാരൻ എവിടെയും എത്താതെ പോവുകയും മറ്റേ പക്ഷക്കാരെ ഈ കോഴ്സ് നടക്കുന്ന കാലത്തേക്ക് മുഴുവൻ വിലക്കുകയും ചെയ്തത്. ഇത് അസാധാരണമായ ഒരു നടപടിയായിട്ടാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. അവിടുത്തെ വിദ്യാർത്ഥികളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അവർ മുഴുവൻ ജനുവരിയിലെ ആന്ധ്രയിലെ തണുപ്പിൽ മുറ്റത്ത് വന്ന് കൂടാരം കെട്ടിക്കിടക്കുകയാണ് ഒരാഴ്ചയായിട്ട്. അവരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അവിടെ പോയ മാധ്യമപ്രവർത്തകരെ അല്ല. ഈ ഞാൻ ഗണിച്ചു പറഞ്ഞതല്ല, ഞാനും അവിടെ ഈ ഒരു പൊതുപ്രവർത്തകനാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഇയാളെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല, ഇയാൾ ഹോസ്പിറ്റലാണ്, പിന്നെ അയാൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മൈനർ ഇഞ്ചുറീസ് നോട്ട് ഫാറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല ഇഞ്ചുറി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഹോസ്റ്റലിൽ മാത്രമേ വിലക്കിയിട്ടുള്ളൂ. ഹോസ്റ്റൽ വിലക്കിയത് കേരളത്തില് മഹാരാജാസ് കോളേജില് ഹോസ്റ്റൽ അടച്ചിട്ടൊക്കെയല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC-ക്കെതിരായിട്ടുള്ള പ്രശ്നത്തിൽ ഹോസ്റ്റൽ അടച്ചിട്ടില്ലേ? ഒരു കോഴ്സ് തീരുന്നവരെ വിദ്യാർത്ഥികളെ വിലക്കുന്ന തരത്തിലുള്ള നടപടികൾ അത്ര സാധാരണ. പിന്നെ ഒരിക്കലും കേന്ദ്രമന്ത്രി, അവിടുത്തെ കൺസേൺഡ് MP ആയ കേന്ദ്രമന്ത്രി ഇന്ന ആളിന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് അത് ആ രീതി തന്നെ കാണാം. എന്താ പറയുക, VC എന്ന് പറഞ്ഞാൽ ഇവര് പഴയ VC-നെയാണ് ഇപ്പൊ മാറ്റിയിട്ടിരിക്കുന്നത്. അയാളാണെങ്കിൽ സെന്തിൽ കുമാർ അടക്കം രണ്ടുപേരെ ആത്മഹത്യയിലൊക്കെ നയിച്ച ഒരു VC-യാണ് പിന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം ദളിത് വിരുദ്ധതയുള്ള ആളുകളെ തന്നെ, കോൺഗ്രസിന്റെയും BJP-യുടെ ആളുകളെ തന്നെ പിന്നെയും കൊണ്ടുവന്നുകൊണ്ട് അതിനെ കൂടുതൽ ക്രിട്ടിക്കലാക്കി അവരുടെ ഭാഗം ശരിയെന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. CR നീലകണ്ഠനിലേക്ക്. CR നീലകണ്ഠൻ, ഈ വാദഗതികൾ ഇതൊക്കെയാണ് പോകുന്നത്. ഒരു ചർച്ചയിൽ നമ്മൾ പക്ഷം പിടിക്കലിനപ്പുറത്തേക്ക് അടുത്തു കാണുമ്പോൾ ഈ ശബ്ദങ്ങളെ അതിന്റെ നേർരേഖയിൽ വളരെ ശക്തമായി അവതരിപ്പിക്കേണ്ടതുണ്ട്.
ഏതു തരത്തിൽ താങ്കൾ കാണും? സർക്കാരിന്റെ ഭാഗമായി JR പത്മകുമാറിന്റെ ഈ വാദഗതികൾ നിലനിൽക്കുമ്പോൾ തന്നെ യഥാർത്ഥ അവസ്ഥ അത് ബദൽ ശബ്ദത്തിന്റെ അജണ്ട സെറ്റിംഗ് ആണെങ്കിൽ, ആ അജണ്ട സെറ്റിംഗിൽ ഒരു പക്ഷം പിടിക്കലുണ്ടെങ്കിൽ ഏതു പക്ഷമാണ് ശക്തമായി നിലനിൽക്കേണ്ടത് ഇവിടെ? CR നീലകണ്ഠൻ. അല്ല, ഇവിടെ പക്ഷം പിടിക്കേണ്ട കാര്യമില്ല, പക്ഷമല്ലാതെ തന്നെ വരും. സത്യത്തിൻ്റെ പക്ഷം പിടിച്ചാൽ നിങ്ങളൊരു പക്ഷത്തെത്തും. കാരണം നേരത്തെ ശ്രീ പത്മകുമാർ എൻ്റെ വളരെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു ദളിതർ ഞങ്ങളുടെ കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സംഘടനയിൽ ദളിതരുണ്ടോ ഇല്ലയോ എന്നതല്ല ദളിത് പേഴ്സ്പെക്റ്റീവ്. അതിലിപ്പോൾ കാരണം ദളിതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ദളിത് സമൂഹം നേരിടുന്ന നിരവധി ഇത്തരം പീഡനങ്ങൾ. ഇപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ആ പീഡനങ്ങൾ നിലനിൽക്കുന്നുവെന്ന് പത്മകുമാർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ഈ ചർച്ച ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യൻ സമൂഹത്തിൽ യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് ഹൈദരാബാദിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ അതുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിന് 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അതിപ്പോൾ നമുക്ക് പോകാൻ സമയമില്ല. അത് അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇതിലൊരു പക്ഷമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അധികാരം ഉപയോഗിക്കപ്പെടുന്നു ഇവിടെ ഒരു വിദ്യാർത്ഥിക്കെതിരെ, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ, അല്ലെങ്കിൽ ഒരു നിലപാടിനെതിരെ എന്നതാണ് പ്രശ്നം. ഇപ്പം നേരത്തെ പറഞ്ഞു, എന്തിനാണ് കേന്ദ്രമന്ത്രി 5 കത്തെഴുതുന്നത്? എന്തോ എഴുതട്ടെ, ABVP നേതാവിനെ ശിക്ഷിക്കണം, സത്യം കണ്ടെത്തണം എന്നാണോ കത്തിലുണ്ടായിരുന്നത്? അല്ല, സത്യം കണ്ടെത്തണം എന്നല്ല. അദ്ദേഹം കത്തെഴുതുമ്പോൾ അവർ നിയമിച്ച VC എന്താണ് തീരുമാനിക്കുക, ആ VCയുടെ ജാതി ബോധം എന്താണ് എന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി വെറുതെ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അത് ആർക്കനുകൂലമാണ്, എതിരാണെന്നാണ്. അവിടെ നിയമം നടക്കുമോ എന്നാണ് ചോദ്യം. നേരത്തെ ഞാൻ പറഞ്ഞത്, അംബേദ്കർ ഉണ്ടാക്കി വെച്ച നിയമം ഈ രാജ്യത്ത് നടക്കുമോ എന്ന ചോദ്യമാണ് പത്മകുമാറിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിന് മുമ്പിലുള്ളത്. അത് ഇതുവരെ പല സ്ഥലത്തും നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞ്, പശുവിൻ്റെ തോലുരിച്ചാൽ 5 ദളിതനെ കൊന്ന ഹരിയാന ഡൽഹിക്ക് വളരെ അടുത്താണ്, അല്ലെങ്കിൽ മോഡിയുടെ സ്ഥലത്തിന് വളരെ അടുത്താണ്. അവരിന്നും അവിടെയുണ്ട്. ഇതുപോലെ നിരവധിയുണ്ട്. പലയിടത്തും ഈ പറഞ്ഞതുപോലെ ചെറിയ ന്യായങ്ങൾ പറഞ്ഞ് ഇവരെ രക്ഷിക്കുന്ന ഭരണകൂടമുണ്ട്. അങ്ങനെ വരുമ്പോൾ പൊതുസമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വിമത ശബ്ദങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. അതിലെ ഈ ന്യായങ്ങളിലോ കുരുട്ട് വിദ്യകളിലോ അല്ല കാണേണ്ടത്. നേരത്തെ ധന്യ പറഞ്ഞ ഒരു വളരെ പ്രധാന കാര്യമുണ്ട്, ഇതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുക. എന്തിനാണ് ഇപ്പോൾ അങ്ങനെയെങ്കിൽ എന്തിനാണ് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാം, അല്ലെങ്കിൽ ജോലി കൊടുക്കാം എന്നൊക്കെ മോഡി പറയുന്നത്? ഇല്ലെങ്കിൽ ഇപ്പോൾ പത്മകുമാറിൻ്റെ അഭിപ്രായമാണ് ശ്രീ മോഡിക്കെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളൊരു സഹായവും ചെയ്യുന്നില്ല, ഞങ്ങളൊരു കാര്യമില്ല, ഞങ്ങളിങ്ങനെയാണ് പോണതെന്ന് പറയട്ടെ. അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ സഹായം ചെയ്യാം, ഞങ്ങൾ കൊടുക്കാം എന്നാണ് ഇതിനർത്ഥം. തങ്ങൾ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു പാരൻ്റൽ സമീപനം, അത് തന്നെയാണ് ദളിത് ആക്ടിവിസ്റ്റുകൾ എപ്പോഴും എതിർക്കുന്നത്. ഒരു പാരൻ്റൽ സമീപനമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തുല്യതയുടെ ഒരു സമീപനമാണ് എന്നാണ്. ഇതാണ് അംബേദ്കറിസത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനം അംഗീകരിക്കാൻ പത്മകുമാറിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ ഇതിൻ്റെ താഴെ നിൽക്കേണ്ടവരാണ് എന്ന ചാതുർവർണ്ണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് അത് പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിൽ അത് പ്രാമാണ്യം നേടിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി സംസാരിക്കുന്നത് തന്നെയാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിയമപരമായ വകുപ്പുകളുടെ ശരിതെറ്റുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ശരിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. യെസ്, ഹസനുൽ ബന്ന, ആ സാമൂഹിക ശൈലിയാണെങ്കിൽ അതിന് അതിൻ്റെതായ നിലപാടുണ്ടെങ്കിൽ, രോഹിത് ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണെങ്കിൽ സർക്കാരിനോട് ആ സാധാരണക്കാരൻ്റെ ശബ്ദമായി പത്മകുമാർ ഇവിടെയുണ്ട്. പത്മകുമാർ ദില്ലിയിൽ നിരന്തരം യാത്ര നടത്തുന്ന ആളാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ ജാഥയ്ക്ക് ശേഷം ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തും. അങ്ങനെയാണെങ്കിൽ ഈ സാധാരണക്കാരന്റെ ശബ്ദമായി പത്മകുമാർ വഴി നരേന്ദ്രമോദിക്ക് എത്തേണ്ട ഒരു സാധാരണക്കാരന്റെ അഭ്യർത്ഥന എന്താണ് ഹസനുൽ ബന്ന? അതാണ് ഞാൻ മിസ്റ്റർ പ്രദീപ് ഞാൻ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ അതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് ഈ ഒരു വിഷയം ഇത്രയും ഗൗരവത്തിലെടുത്ത് ഹൈദരാബാദിലേക്ക് പോയി വസ്തുതാന്വേഷണം നടത്തിയ ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനായിരിക്കും NPC. അദ്ദേഹത്തെ ഞാൻ ഇതിൻ്റെ പേരിൽ ആദ്യമായി തന്നെ ശ്ലാഘിക്കുകയാണ്. വളരെ നേരിട്ട് ചെന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇതുപോലെ ഇത്രയും മുതിർന്ന മറ്റൊരാൾ പോയതായി എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവ് കുറവ് കൊണ്ടാണോ എന്നറിയില്ല, ഡൽഹിയിലായത് കാരണം. ഏതായാലും അതിന് അദ്ദേഹത്തെ ശ്ലാഘിക്കുകയാണ് ഞാൻ. ഇനി ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജണ്ട യഥാർത്ഥത്തിൽ ഞാനത് വെറുതെ
ബഹുമാന്യനായ പത്മകുമാറിന് ഒരു ഉത്തരം എന്നതിന് പറഞ്ഞതായിരുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഹൈദരാബാദ് സർവകലാശാലയിലെ മാത്രം ഒരു പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിനു മുമ്പുള്ള പ്രശ്നവും ഹൈദരാബാദിലേത് മാത്രമായ പ്രശ്നമല്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും ജമ്മു കാശ്മീർ സർവകലാശാലയിൽ രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും അംബേദ്കറിൻ്റെ ആശയങ്ങളുമായി വരുന്ന ദലിത് വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു ധാര വരുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ ഇതിൽ ഒരു പക്ഷേ ധന്യ എന്നോട് യോജിക്കുമോ എന്നറിയില്ല, ദലിത് സ്വത്വവാദത്തിന് സംഭവിച്ച ഒരു രാസ പരിണാമമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരികയും RSS അതുവരെയുണ്ടായിരുന്ന ദലിത് സ്വത്വവാദത്തെ, ഹിന്ദുത്വ സ്വത്വവാദം, ആ ദലിത് സ്വത്വവാദത്തെ ഭാഗികമായെങ്കിലും വിഴുങ്ങുകയും ഉദിത് രാജിനെ പോലെ, രാംദാസ് അത്താവാലയെ പോലെയുള്ള വളരെ കറകളഞ്ഞ ദലിത്വാദികൾ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന തീർച്ചയായിട്ടും ഞാൻ ചുരുക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിലുള്ള വലിയൊരു ഭീഷണിയായി ഈ അംബേദ്കറിസ്റ്റുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അവരുടെ ആവിർഭാവം, ക്യാമ്പസുകളിലെ ആവിർഭാവം ഭീഷണിയായി വരുന്നു എന്ന ഘട്ടത്തിലാണ് ഹൈദരാബാദിൽ രോഹിത് അടക്കമുള്ള ദലിത് വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രോഹിത്തിന് വേണ്ടിയുള്ള ശബ്ദം രാജ്യമെങ്ങും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ ശുഭകരമായ ഒരു സൂചന, ഈ ഒരു ശബ്ദം ദലിതുകൾക്കും അവർക്ക് പറയാനുള്ളത്, അവരെ കേൾക്കാനുള്ളത്, അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നൊരു ചിന്താഗതി രൂപപ്പെടുകയും ആ ചിന്താഗതിയെ മുഖ്യധാരാ വിദ്യാർത്ഥി സംഘടനകൾ പോലും പിന്തുണയ്ക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ സമരത്തിന് ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി യഥാർത്ഥത്തിൽ ലഭിച്ചത്. അതിനെ ആ ഒരു പോസിറ്റീവായി തന്നെ കണ്ട് ഇത് കൃത്യമായും ജാതീയമായി വിഭജിക്കാനല്ല, മറിച്ച് താഴേക്കിടയിലുള്ള ആളുകൾക്ക് പോലും ജാതീയമായി വളരെയധികം താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്നവർക്ക് പോലും, സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കഴിയുന്നവർക്ക് പോലും മുഖ്യധാരയിലേക്ക് വരാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു വ്യക്തമാണ്. സമയത്തിന്റെ ഒറ്റ സെന്റൻസ് ഞാൻ പറയുന്നത് നിയമം പോലും ഞങ്ങൾക്ക് അനുകൂലമല്ല. നിയമം ഉണ്ടാക്കി കുറെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു അട്രോസിറ്റീസ് ആക്ട് ഞങ്ങൾക്ക് അനുകൂലം. ഞങ്ങൾ ചോദിക്കുന്നു ജനാധിപത്യ രീതിയിലുള്ള തുല്യത ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ആ ചോദ്യം തർക്കത്തിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. താങ്കളെ അതിൻ്റെതായ അർത്ഥതലങ്ങൾ ഞങ്ങൾ നിർത്തിക്കൊണ്ട് അഭ്യർത്ഥനയായി ഈ സംവാദം വാക്കുകളുടെയും കടിച്ചുകീറലിനും അപ്പുറത്തേക്ക് രോഹിതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ സംവാദം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ധന്യാരാമന്റെയും അതോടൊപ്പം CR നീലകണ്ഠനും അതോടൊപ്പം ഹസനുൽ ബെന്നയും ഉയർത്തിയ അവകാശത്തിൻ്റെതായ അപേക്ഷയാണ്. JR പത്മകുമാറിന് മുമ്പിൽ ആ അപേക്ഷ വച്ചുകൊണ്ട് എനിക്ക് ഒരു വാക്ക് പറയാനുള്ള ഇന്ത്യയിൽ ദളിതരുടെയും പട്ടികജാതിക്കാരെയും പൊതുസമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കണക്ക് പറഞ്ഞ് ഞാൻ സമർപ്പിക്കട്ടെ. ആ ശക്തി ഇനിയും ഈ വിഭാഗങ്ങൾക്ക് ശക്തിയായി തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും അതുണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.